ഹായ് ഹലോ നമസ്കാരം. നിങ്ങളുടെ മുമ്പ് ഞാൻ വന്ന് നിൽക്കുന്നത് കേരള പോലീസ് ആക്ടിനെ കുറിച്ച് പറയാനാണ്. അത് കേരള പോലീസ് ആക്ട് 2011. കേരള പോലീസ് ആക്ടിന്റെ മുഴുവൻ കാര്യങ്ങളൊന്നും പറയാനല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ. എന്താണ് കേരള പോലീസ് ആക്ട്, അല്ലെങ്കിൽ കേരള പോലീസ് പാലിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, കേരള പോലീസിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്ന വളരെ അഭിമാനകരമായ ഒരു പോസ്റ്റാണ് അല്ലെ. വളരെ അഭിമാനകരമായ ഒരു പോസ്റ്റാണ്. പവർ കൈ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഈ ബാക്കിയുള്ള ഏതെങ്കിലും ഒക്കെ PSC പോസ്റ്റ് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായിട്ട് നമ്മുടെ മനസ്സിൽ അത് കൊണ്ടു നടന്നാൽ കയ്യിൽ പിടിക്കാവുന്ന ഒരു സാധനമാണ് ഈ ഫോഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് അല്ലെ. അഭിമാനകരമായ ജോലിയാണ്. എല്ലാവരും ഒരു ആരാധനയോടുകൂടിയാണ്, പണ്ട് കാലത്ത് ഒരു പേടിയോടുകൂടിയാണ് നോക്കിയിരുന്നത്. ഇന്നൊരു ആരാധനയോടുകൂടിയാണ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്നത്. അപ്പൊ നമ്മൾ ആക്ടുകൾ ഉണ്ട്, പുതുതായി മാറിയ CRPC മാറി, BNSS ആയി, IPC മാറി, BNS ആയി, അങ്ങനെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി, ഭാരതീയ സാക്ഷി അധിനിയം BSA ആയി, ഇങ്ങനെ പലതുമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറിയ മാറ്റങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെയാണ് കേരള പോലീസിന്റെ ചുമതലകൾ, എന്തൊക്കെയാണ് കേരള പോലീസിന്റെ കർത്തവ്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു അവയർനെസ് ക്ലാസ് ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട. പോലീസിന്റെ ചുമതലകളും കർത്തവ്യങ്ങളും ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അത് മാത്രമല്ല, എയിം സ്റ്റഡി സെന്ററിൽ മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും ഫോഴ്സിന്റെ ക്ലാസ്സുകൾ വളരെ കുറഞ്ഞ ഫീസ് നിരക്കിലാണ് പോകുന്നത്. അപ്പൊ ക്ലാസ്സുകളിൽ ആക്ടുകളൊക്കെ എടുക്കുന്നത് ഞാനായിരിക്കും. എന്റെ പേര് അഡ്വക്കേറ്റ് പത്മശ്രീ രാധാകൃഷ്ണൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോലീസിന്റെ കർത്തവ്യങ്ങളും ചുമതലകളും എന്നൊക്കെ. കോംബോ ഓഫർ ആണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജസ് LDC, മെന്റർഷിപ്പ് ബാച്ച് ആണ്. ഫീസ് നിങ്ങൾ കണ്ടല്ലോ. ഇതിലും കുറഞ്ഞ ഫീസിൽ എവിടെ ഉണ്ടാവില്ല. കോൺടാക്ട് ചെയ്യണ നമ്പർ 9446537080. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇനിയാണ് നമ്മുടെ CPO, WCPO. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധനയോടുകൂടി അല്ലെങ്കിൽ ഇഷ്ടത്തോടുകൂടി കണ്ടുവരുന്ന തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ നിൽക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്വപ്നം മാത്രം മതി നമുക്കത് അച്ചീവ് ചെയ്യാൻ അല്ലെ. നമ്മൾ എന്താണ്, നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ പറ്റിയിട്ട് അത് വേണ്ട, ആ ജോലിയോ ഈ ജോലിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും അല്ല. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ആ യൂണിഫോമിൽ നിൽക്കുന്ന സങ്കല്പിക്കുക. ഏറ്റവും പുതിയ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ EPSC അല്ലെങ്കിൽ സിവിൽ സർവീസിൽ കയറിയ ഒരു പെൺകുട്ടി, അതായത് ശ്രീജ എന്നാണ് പേര്. ശ്രീജ ആ മാഡം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. വളരെ വ്യക്തമായിട്ട് ശ്രീജ തന്റെ പേര് ഒരു കടലാസ് എഴുതിയതിന്റെ കൂടെ IFS എന്ന് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഉണരുന്നത്, അത് കണ്ടുകൊണ്ടാണ് ദിവസം മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു കാണൽ, ആ ഒരു സ്വപ്നം കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട പോസ്റ്റിനെ കുറിച്ച് നമ്മുടെ കണ്ണിലുണ്ടാവുന്ന തെളിഞ്ഞ ഭാവം, ആ ഭാവമാണ് ആ പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ പോസ്റ്റിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനമായിട്ട് നമ്മുടെ കണ്ണിൽ എന്നും പതിയുന്നത് ആ പോസ്റ്റ് ആയിരിക്കും. നമ്മൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ വേഷത്തിലല്ല, യൂണിഫോം ഇട്ട വേഷത്തിൽ നമ്മളെ കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഉറങ്ങാൻ കഴിയാതെ നമ്മുടെ സ്വപ്നത്തിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ നമ്മുടെ നടപ്പിലും ഭാവത്തിലും ഒക്കെ പോലീസായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ സ്വപ്നം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. വേണ്ടേ? നിറഞ്ഞു നിൽക്കണം. നമുക്കാവണ്ടേ? ആവണം. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമുക്ക് നേരെ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മള് ഫയർമാൻ സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, PDF മെറ്റീരിയൽ, പേഴ്സണൽ മെന്റേഴ്സ്, ഡെയിലി ടൈം ടേബിൾ, വീക്ക്ലി റിവിഷൻ, മോഡൽ എക്സാംസ്. കണ്ട ഉടനെ തന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ബാക്കിയുള്ള വിശദാംശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തരാനും ദൂരീകരിച്ചു തരാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എന്നാണോ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങളുടെ പരീക്ഷ എഴുതി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വരെയും നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഒപ്പം ആഘോഷിക്കാനും ഒക്കെ ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്യാം 9446537080. കേരള സംസ്ഥാനത്തിലെ പോലീസ് സേനയുടെ സ്ഥാപനം. കേരളത്തില് ഒരു പോലീസ് സേനയുണ്ട് അല്ലെ, കേരള പോലീസ്.
KP, കേരള പോലീസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. 4 ദിവസമൊക്കെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇവിടെ കേരള പോലീസ് ഒക്കെ എഴുതി യൂണിഫോമിനകത്ത് ഇൻ ചെയ്ത് ഒരു നമ്മുടേതായ ഒരു കാക്കി കളർ സോക്സും ഒക്കെ ഇട്ട് അതിൻ്റെതായ ഒരു ഷൂസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നിൽക്കുന്ന ഒരു നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ആ ഒരു രൂപത്തിൽ നിൽക്കുന്നോ നിങ്ങൾ മനസ്സിലാലോചിച്ച, വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ ഒരൊറ്റ ആലോചന മതി നമുക്ക് കേരള പോലീസിൽ കയറാനുള്ള ഊർജ്ജം ലഭിക്കാൻ. ആ ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്റ്റീവ്നെസ് നിങ്ങളുടെ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളില് തീ ഉണ്ടാവണം, സ്പാർക്ക് ഉണ്ടാവണം. ആ സ്പാർക്ക് ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇപ്പൊ ഈ നിമിഷം തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ് കേരള പോലീസ് അല്ലെങ്കിൽ സേനയിൽ കയറാൻ, ഫോഴ്സിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. കേരള സംസ്ഥാനത്തിലെ പോലീസ് സേനയുടെ സ്ഥാപനം, നിയന്ത്രണം, അധികാരങ്ങൾ, ചുമതല ഇതൊക്കെയായി ബന്ധപ്പെട്ട നിയമത്തിനെയാണ് കേരള പോലീസ് ആക്ട് 2011 എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് സെക്ഷൻ 3 പറയുന്നതെന്ന് ചോദിച്ചാൽ, സെക്ഷൻ 1 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭമായിരിക്കും. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആയിരിക്കും. മിക്കവാറും എല്ലാ ആക്ടിലും 1ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് തന്നെ ആയിരിക്കും. എന്നിത് ആരംഭിച്ചു കേരള പോലീസ് ആക്ട് 2011 എന്ന് പറയുന്ന ആ ഒരു ആക്ടിന്റെ തുടക്കം അല്ലെങ്കിൽ ചുരുക്കപ്പേര്, അതുപോലെ വ്യാപ്തി, എവിടം തൊട്ട് എവിടം വരെ കേരള സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ കേരള പോലീസ് ആക്ട് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ചുരുക്കപ്പേര്, വ്യാപ്തി, കമൻസ്മെന്റ് അല്ലെങ്കിൽ പ്രാരംഭം, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആയിരിക്കും 1ാമത്തെ സെക്ഷൻ വരുന്നത്. ഈ മിക്കവാറും ആക്ടിലെല്ലാം തന്നെ അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ 2ാമത്തെ സെക്ഷൻ വരുന്നത് ഡെഫിനിഷൻസിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ ഓരോ ആക്ടിലും ഓരോ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ടാവും. രേഖ എന്താണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്താണ്, കുട്ടി എന്താണ്. പോക്സോ ആക്ടിലൊക്കെയാണ് കുട്ടി എന്ന് പറയുന്നത്, ചൈൽഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ഡെഫിനിഷൻസ് ആയിരിക്കും 2ാമത്തെ ആക്ടിലെ പ്രധാനമായിട്ട് 2ാമത്തെ സെക്ഷനില്. എല്ലാ ആക്ടുകളിലും 2ാമത്തെ സെക്ഷനില് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അത് രണ്ടും മാറ്റി നിർത്തി സെക്ഷൻ 3 തൊട്ട് പറയുന്നത് ഫോഴ്സിൽ കയറുന്ന ഒരു വ്യക്തി എന്നതിലും ഉപരി കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് പോലീസിന്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 3 പോലീസിന്റെ കർത്തവ്യങ്ങളാണ്. പോലീസിന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പോലീസ്, പണ്ടൊക്കെ നമുക്ക് പോലീസിനെ പേടിയാണ്, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാണ്, പോലീസുകാരോട് സംസാരിക്കാൻ പേടിയാണ്, പോലീസുകാരെ കണ്ടാൽ പേടിയാണ്. ഇന്നങ്ങനെയല്ല, പോലീസ് നമ്മുടെ ഫ്രണ്ടിനെ പോലെയാണ്. ജനമൈത്രി പോലീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പോലീസിന്റെ കർത്തവ്യങ്ങൾ എന്താണെന്ന് ഓരോ പൗരനും, നിങ്ങൾ ഫോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പൗരൻ എന്ന നിലയിലും കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലും തീർച്ചയായിട്ടും അറിയേണ്ട കാര്യങ്ങളാണ് പോലീസിന്റെ കർത്തവ്യങ്ങൾ. ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ആണ് സെക്ഷൻ 3. സെക്ഷൻ 1ഉം 2ഉം മറക്കണ്ട. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭമാണ് സെക്ഷൻ 1 വരുന്നെങ്കിൽ സെക്ഷൻ 2 നിർവചനങ്ങൾ, അതാണ് ഡെഫിനിഷൻസ് ആണ്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നടപ്പിലാക്കിയ നിയമങ്ങൾക്കും വിധേയമായി ക്രമസമാധാന പാലനം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രമസമാധാന പാലനം ആരുടെ ഡ്യൂട്ടിയാണ്? പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് അല്ലെ. അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള ക്രമസമാധാന പാലനം. അതുപോലെ രാഷ്ട്രത്തിന്റെ അഖണ്ഡത, രാഷ്ട്രത്തിന്റെ സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം, ഇതൊക്കെ നടപ്പിലാക്കണം. മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പോലീസുകാരന്റെ കർത്തവ്യമാണ് അല്ലെ. ഒരു പോലീസുകാരന്റെ കർത്തവ്യമാണ് മനുഷ്യാവകാശ സംരക്ഷണം. അതുപോലെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക, രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കുക, രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക, മനുഷ്യാവകാശം സംരക്ഷിക്കുക, ക്രമസമാധാനം പാലിക്കുക. ഇതൊക്കെ എന്തിനനുസരിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നടപ്പിലാക്കിയ നിയമങ്ങൾക്കും അനുസരിച്ച്. ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നടപ്പിലാക്കിയ നിയമങ്ങൾക്കും അനുസരിച്ച് ക്രമസമാധാനം പാലിക്കുക, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും അല്ലെങ്കിൽ സുരക്ഷയും ഒക്കെ നിലനിർത്തുക, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ ഒരു പോലീസുകാരന്റെ കർത്തവ്യമാണ്. അത് ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നമ്മള് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാ വ്യക്തികൾക്കും ലഭ്യമായ സ്വാതന്ത്ര്യങ്ങളും അതുപോലെ അവകാശങ്ങളും ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ പോലീസ് നിയമാനുസൃതം പ്രവർത്തിക്കും. അപ്പൊ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ നമ്മൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ് പോലീസ് പറയുന്നത്? പോലീസിന്റെ കർത്തവ്യങ്ങളിൽ അവരുടെ എല്ലാ വ്യക്തികൾക്കും ലഭ്യമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ. എല്ലാവർക്കും ഇവിടെ ജീവിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലെ. ഇന്ന സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ, നിയമം അനുശാസിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പാക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് പോലീസ്. അപ്പൊ സിമ്പിളാണ് പോലീസിന്റെ കർത്തവ്യങ്ങൾ. നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ക്രമസമാധാനം പാലിക്കണം, രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷതയും പാലിക്കണം, അതോടൊപ്പം
അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കണം. ഇതിന് എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യം അതുപോലെ എല്ലാ അവകാശങ്ങളും നമുക്ക് ഉറപ്പാക്കി തരേണ്ടത് ഒരു സേവന വിഭാഗം എന്ന നിലയിൽ പോലീസിന്റെ കർത്തവ്യമാണ്. പോലീസ് അതിന് പരിശ്രമിക്കണം. ഇതാണ് സെക്ഷൻ 3. സെക്ഷൻ 3 എന്നുള്ളത് ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്ക് എന്തൊക്കെയാണ് പോലീസിന്റെ കർത്തവ്യങ്ങൾ, നമ്മളതൊക്കെ ചെയ്യാൻ തയ്യാറല്ലേ? പോലീസ് ഇതൊക്കെ ചെയ്യണം, പോലീസ് ആവണം, പോലീസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. ഇപ്പൊ ഫോഴ്സിൽ കയറുക എന്നുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ആക്ട്. ആദ്യം തന്നെ പറഞ്ഞു തരാന്ന് വെച്ചാൽ നമ്മുടെ കർത്തവ്യങ്ങളെ കുറിച്ചും ചുമതലകളെ കുറിച്ചും നമുക്ക് ബോധം ഉണ്ടായാലേ നമുക്കൊരു ഉണർവ് വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് കേരള പോലീസിന്റെ കർത്തവ്യങ്ങൾ. ഇനി ആ സെന്റൻസ് ഞാൻ വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ക്രമസമാധാന പാലനം, രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും, അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണം, ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സേവന വിഭാഗമായി പോലീസ് പരിശ്രമിക്കും. സിമ്പിൾ അല്ലേ? നോക്കാലോ. ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിന് കീഴിൽ നടപ്പിലാക്കിയ നിയമങ്ങൾക്കും വിധേയമായി ക്രമസമാധാനവും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാ വ്യക്തികൾക്കും ലഭ്യമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ പോലീസ് നിയമാനുസൃതം പരിശ്രമിക്കും, നിയമം അനുസരിച്ച് പ്രവർത്തിക്കും. സിമ്പിൾ ആണല്ലേ പോലീസിന്റെ കർത്തവ്യങ്ങൾ. ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഏതാണ് സെക്ഷൻ 3. സെക്ഷൻ 4 പോലീസിന്റെ ചുമതലകളാണ്. നമ്മൾ കർത്തവ്യങ്ങൾ പറഞ്ഞു. ഇനി ഫങ്ഷൻസ് ഓഫ് പോലീസ്. എന്തൊക്കെയാണ് പോലീസിന്റെ ഫങ്ഷൻ? പോലീസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 1 ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭമാണെങ്കിൽ സെക്ഷൻ 2 ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളാണ്. സെക്ഷൻ 3 കർത്തവ്യങ്ങൾ അഥവാ ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ആണ്. ഇവിടെ വരുന്ന ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്. ഒന്നാമത്തെ ഫങ്ഷൻ, നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ പോലീസ് നീതി നടപ്പാക്കണം അല്ലെ, നിയമം നടപ്പിലാക്കണം. നിയമം നടപ്പിലാക്കണമെങ്കിൽ അത് പാവപ്പെട്ടവനാണെന്നുള്ള വ്യത്യാസം പണക്കാരനാണെന്നുള്ള വ്യത്യാസമില്ലാതെ നിഷ്പക്ഷമായി നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. നിഷ്പക്ഷമായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. അപ്പൊ നിഷ്പക്ഷമായി പോലീസ് നീതി നടപ്പിലാക്കണം. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ നിറം കുറഞ്ഞവനെന്നോ നിറം കൂടിയവനെന്നോ നല്ല ഡ്രസ് ഇട്ടവനെന്നോ നന്നല്ലാത്ത ഡ്രസ് ഇട്ടവനെന്നോ ഒന്നും വേണ്ട. നിഷ്പക്ഷമായി നിയമങ്ങൾ നടപ്പിലാക്കുക. കറക്റ്റ് അല്ലേ? നിഷ്പക്ഷമായി നീതി ലഭിക്കുക അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ. 2 നിയമാനുസൃതം എല്ലാ വ്യക്തികളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, സ്വത്ത്, അന്തസ്സ് ഇവ സംരക്ഷിക്കുക. ഒരു പോലീസിന്റെ ചുമതലയിൽ പെട്ടതാണ് നിയമാനുസൃതം, നിയമം അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ വ്യക്തികളുടെയും എല്ലാ പോലീസിന്റെ ചുമതലകൾ ഓർക്കുക. എല്ലാ നിയമം അനുസരിച്ചാണ് കേട്ടോ. ജീവൻ, സ്വത്ത്, അന്തസ്സ്, ജീവൻ, സ്വത്ത്, അന്തസ്സ്, അതുപോലെ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾ. ജീവൻ സംരക്ഷിക്കണം, സ്വത്ത് സംരക്ഷിക്കണം, അന്തസ്സ് സംരക്ഷിക്കണം, സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, മനുഷ്യാവകാശം സംരക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മുടെ ജീവന് സംരക്ഷണം വേണ്ടേ? നമ്മുടെ സ്വത്തിന് സംരക്ഷണം വേണ്ടേ? നമ്മുടെ അന്തസ്സിന് സംരക്ഷണം വേണ്ടേ? ആരെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിഫേമേഷൻ, നമ്മളെ മാനഹാനി ഉണ്ടാക്കിയ നമുക്ക് സംരക്ഷണം വേണ്ടേ? വേണം. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം വേണം. ജീവന് സംരക്ഷണം വേണം, സ്വത്തിന് സംരക്ഷണം വേണം, അന്തസ്സിന് സംരക്ഷണം വേണം, നമ്മുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അപ്പൊ ഇത് നിയമാനുസൃതം നടപ്പിലാക്കുക എന്നുള്ളതും അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതും പോലീസിന്റെ ചുമതലകളാണ്. ഒന്നാമത്തെ ചുമതല നിഷ്പക്ഷമായിട്ട് നീതി നടപ്പിലാക്കുക. രണ്ടാമത്തെ ചുമതല നിയമാനുസൃതം എല്ലാ വ്യക്തികളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, സ്വത്ത്, അന്തസ്സ് എന്നിവ സംരക്ഷിക്കുക. മൂന്നാമത്തേത് അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. ഒരു അപകടം ഉണ്ടായി, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഇപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്, നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? അത് പോലീസിന്റെ ചുമതലയാണ്. ജീവൻ, സ്വത്ത്, അന്തസ്സ്, മനുഷ്യാവകാശം, ഇതൊക്കെ സ്വാതന്ത്ര്യം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതും പോലീസിന്റെ ചുമതലയാണ്. 3 കാര്യങ്ങളായല്ലേ. മൂന്നാമത്തെ കാര്യങ്ങൾ അപകടങ്ങൾ, ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക. അപകടങ്ങൾ, ഉപദ്രവങ്ങൾ
നേരെ സംരക്ഷിക്കുക. നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്തേ, നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നു, നമ്മൾ ആരെടുത്താ റിപ്പോർട്ട് ചെയ്യുക? പോലീസിന്റെ അടുത്ത്. അതിന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട പോലീസിന്റെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ജീവൻ, സ്വത്ത്, അന്തസ്, സ്വാതന്ത്ര്യം, അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണം, ഇതൊക്കെ ആരാ പാലിക്കേണ്ടത്? ആരാ സംരക്ഷിക്കേണ്ടത്? പോലീസ് സംരക്ഷിക്കണം. പോലീസിന്റെ ചുമതലയാണ്. അത് നിയമാനുസൃതമായിരിക്കണം. അതുപോലെ നിഷ്പക്ഷമായിട്ട് നിയമം നടപ്പിലാക്കുക എന്നുള്ളതും പോലീസിന്റെ ചുമതലയാണ്. റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ പൊതുമുതലുകൾ സംരക്ഷിക്കുക. ജീവനുള്ള മനുഷ്യന്റെ കാര്യങ്ങൾ മാത്രമല്ല, ജീവനില്ലാത്ത പൊതുമുതലുകളും സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അപ്പൊ അങ്ങനെ ഓർക്കുക, എന്തായാലും നിഷ്പക്ഷമായിട്ട് നടത്താൻ പാടുള്ളൂ. നമ്മളെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ജീവനും സ്വത്തും അന്തസ്സും അതുപോലെ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശ സംരക്ഷണം ഒക്കെ പെടും. നമ്മളെ ഉപദ്രവങ്ങളും സംരക്ഷിക്കണം, നമ്മളെ അതുപോലെ തന്നെ അപകടങ്ങളും സംരക്ഷിക്കണം. ഇത്രയും നമ്മുടെ കാര്യങ്ങളിൽ വെക്കാം. അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ, റെയിൽവേ, പാലങ്ങൾ, ഇങ്ങനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും പോലീസിന്റെ ചുമതലകളാണ്. അടുത്ത എന്താ? നിയമപരമായ അധികാരങ്ങൾ വിനിയോഗിച്ച് കുറ്റകൃത്യങ്ങൾ പരമാവധി തടയുന്നതിനും കുറയ്ക്കുന്നതിനും പരിശ്രമിക്കുക. ഇത് നമ്മുടെ ഇതിനകത്ത് പെടുന്നതാണ്. അതായത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ചുമതലയാണ് അപകടങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഒരാളുടെ ജീവനെ സംരക്ഷിക്കുക, ഒരാളുടെ സ്വത്തിനെ സംരക്ഷിക്കുക, ഒരാളുടെ അന്തസ്സിനെ സംരക്ഷിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കപ്പെടുമ്പോൾ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുള്ള ഒരു നടപടി ഉണ്ടാവും. ഈ കുറ്റകൃത്യങ്ങൾ തടയാനും കുറയ്ക്കാനുമുള്ള പരമാവധി പ്രവർത്തനങ്ങൾക്കായിട്ട് ശ്രമിക്കുക. എന്തും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നിയമപരമായ അധികാരങ്ങൾ വിനിയോഗിച്ച് കുറ്റകൃത്യങ്ങൾ പരമാവധി തടയുന്നതിനും കുറയ്ക്കുന്നതിനും ശ്രമിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊക്കെയാണ് നമ്മുടെ പോലീസുകാരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി? നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യുക. 2, മനുഷ്യന്റെ സ്വത്ത്, അന്തസ്, ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശ സംരക്ഷണമൊക്കെ സംരക്ഷിക്കപ്പെടുക, മനുഷ്യാവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുക. ഉപദ്രവങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കുക. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാനും തടയാനുമുള്ള നടപടികൾ കൈക്കൊള്ളുക, നിയമപരമായി കൈക്കൊള്ളുക. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ റെയിൽവേ, സ്ഥാപനങ്ങള്, പാലങ്ങള്, ഇതൊക്കെ സംരക്ഷിക്കുക. ഇത്രയും ക്ലിയർ അല്ല? 5 ഓർമ്മ വരുമല്ലോ. അടുത്ത എന്താ? നിയമപരമായി കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കുറ്റവാളികളെ നിയമാനുസൃതമായ നടപടികളെ കൊണ്ടുവരിക. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമാണ് കുറ്റം ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? ഒരിക്കലും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് റിഫർമേഷൻ ഉണ്ടാവാനാണ്, അവർക്ക് ചേഞ്ച് ഉണ്ടാവാനാണ്, അവർക്ക് മാറ്റം ഉണ്ടാവാനാണ്. അല്ലെ? നമ്മള് നിയമങ്ങൾ എന്തും പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഡോണ്ട് ഹേറ്റ് ദ ക്രൈം, ഡോണ്ട് ഹേറ്റ് ദ ക്രിമിനൽ, ഹേറ്റ് ദ ക്രൈം. നമ്മൾ കുറ്റത്തെയാണ് വെറുക്കേണ്ടത്, കുറ്റവാളിയല്ല. കുറ്റവാളിക്ക് റിഫർമേഷനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. പരമാവധി കുറ്റകൃത്യങ്ങളെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ് പരമാവധി കുറ്റകൃത്യങ്ങളെ എന്ത് ചെയ്യണം? നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ, മഴയാണെങ്കിലും ശരി, വെയിലാണെങ്കിലും ശരി, ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും വാങ്ങിക്കൊടുക്കില്ല. ഈ പാവപ്പെട്ട ട്രാഫിക് പോലീസുകാര് ഭയങ്കര തിരക്കുള്ളപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കാനും അതുപോലെ VIP ആരെങ്കിലും വരുമ്പോ അത് കൺട്രോൾ ചെയ്യാനും, ഇനി അല്ല എന്തെങ്കിലും ആംബുലൻസ് വരുമ്പോ, ഭയങ്കര തിരക്കുള്ള റോഡിൽ കൂടെ ആംബുലൻസ് വരുമ്പോ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ പാവങ്ങള് പൊരി വെയിലത്തും മഴയത്തും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരോട് ശരിക്കും കൈകൂപ്പി തൊഴാനുള്ള അത്രയും ബഹുമാനം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തിരക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നത് അവരുടെ ചുമതലകൾ പെടുന്നു. 7 പഠിച്ചു അല്ലെ? ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് 7? നിഷ്പക്ഷമായിട്ട്. 2, നമ്മുടെ സ്വത്ത്, ജീവൻ, അന്തസ്, മനുഷ്യാവകാശം ഒക്കെ നിയമപരമായി സംരക്ഷിക്കുക. 3 എന്താ നമ്മൾ പഠിച്ചത്? കുറ്റകൃത്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുക. അതുപോലെ കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാനുമുള്ള ശ്രമം നടത്തുക. ഇവരെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. പിന്നുള്ളത് നമ്മൾ സ്ഥാപനങ്ങൾ, പാലങ്ങൾ, റെയിൽവേ അതുപോലെ സാധനങ്ങളൊക്കെ സംരക്ഷിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ട്രാഫിക് പോലീസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴാതെ വയ്യ. തിരക്കുള്ള റോഡുകൾ ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും നമുക്ക് സ്മൂത്തായി പോകാനും ഒക്കെ സാധിക്കുന്നത് അവരുള്ളത് കൊണ്ടാണ്. അതും പോലീസിന്റെ ചുമതലകളിൽ പെടുന്നു. കുറ്റകൃത്യങ്ങളിൽ കലാശിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും തടയാനും പരിഹരിക്കാനും ശ്രമിക്കുക. നമ്മൾ അടിയുണ്ടാവും,
ചെറുതായിട്ടുള്ള അടിയായിരിക്കും, ആദ്യം വാക്കുകൊണ്ടായിരിക്കും പറയുന്നത്, പിന്നെ അത് വാക്ക് തർക്കമാവും, പിന്നെ കൈവെക്കലാവും, പിന്നെ അടിപിടിയാവും, ചിലപ്പോൾ അത് കുറ്റകൃത്യമായി മാറും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടയുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാനും തടയാനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അതിന്റെ ഭാഗമായിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ സംഘർഷത്തിൽ കലാശിച്ചേക്കാവുന്ന പല തർക്കങ്ങളും അതുപോലെ കലാപങ്ങൾ, കുറ്റകൃത്യങ്ങൾ കലാശിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും തടയാൻ പരിശ്രമിക്കുക എന്നുള്ളതും പോലീസിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെ? എല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് 1 by 1 ആയിട്ട് നമുക്കറിയാം. മനുഷ്യന്റെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, മനുഷ്യന്റെ ഈ പറഞ്ഞ അന്തസ്, ജീവൻ, സ്വത്ത്, മനുഷ്യാവകാശങ്ങളെ, സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളെ തടയാൻ ശ്രമിക്കണം, പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പൊ കുറ്റകൃത്യങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ കുറ്റവാളികളെ മുമ്പിൽ കൊണ്ടുവരണം, കുറ്റകൃത്യങ്ങളും ഉപദ്രവങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കണം. അതുപോലെ കുറ്റകൃത്യങ്ങൾ കലാശിച്ചേക്കാൻ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. പൊതുമുതൽ സംരക്ഷിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രാഫിക് നിയന്ത്രണങ്ങൾ എന്നുള്ളത് അതും പ്രധാനപ്പെട്ട കാര്യമാണ്. 8 പഠിച്ചില്ലേ? 9ാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി അല്ലെ? വയനാട് ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി, വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, മാസമായിട്ടുള്ള ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടു. അങ്ങനെ വരുമ്പോ പ്രകൃതി ദുരന്തങ്ങള്, അപകടങ്ങള്, മറ്റപകടങ്ങള്, ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് ബാധിതർക്ക് ന്യായമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. എന്തൊക്കെ സഹായങ്ങൾ ന്യായമായി ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും പോലീസിന്റെ കടമകളിൽ പെടുന്നു. അപ്പൊ 9 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? പോലീസിന്റെ ചുമതലകളില് ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? അതായത് 1ാമത്തെ കാര്യം, നിഷ്പക്ഷമായിട്ട് ഡ്യൂട്ടി ചെയ്യുക. ആരുടെ മുഖം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുക. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന മകനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിഷ്പക്ഷമായിട്ട് നിയമം അനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെയാണ് ജീവൻ, സ്വത്ത്, അന്തസ്, അതുപോലെ നമ്മുടെ അവകാശങ്ങൾ, സംരക്ഷണം, സ്വാതന്ത്ര്യം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസുകാര്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക, കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാനും തടയാനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഭാഗമായിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ കലാശിച്ചേക്കാവുന്ന സംഘർഷങ്ങളും അങ്ങനത്തെ അടിപിടികളും ഒക്കെ ഒഴിവാക്കുക. പിന്നെ നമുക്കറിയാവുന്നതാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളും റെയിൽവേ പാലങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് മറക്കരുത്, അവരെ ട്രാഫിക് പോലീസിന്റെ ട്രാഫിക് നിയന്ത്രിക്കുക, ക്രമീകരിക്കുക. അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ നിയമപരമായ എല്ലാ സഹായങ്ങളും എത്തിക്കുക. പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സുരക്ഷ നിലനിർത്തുന്നതിനുമായി വിവരങ്ങൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതായത് നമുക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടോ, കുറ്റകൃത്യങ്ങൾ തടയണ്ടേ, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കണ്ടേ, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണ്ടേ, കുറ്റം ചെയ്തവരെ പിടിക്കണ്ടേ, ഉപദ്രവങ്ങൾ സംരക്ഷിക്കണ്ടേ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണം അല്ലെ? അതായത് പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനും അതുപോലെ അതിന്റെ സംസ്ഥാനത്തിന്റെ സുരക്ഷ നിലനിർത്തുന്നതിനുമായി എവിടെയെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടോ, കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക. അത് വെറുതെ ശേഖരിച്ചാൽ മാത്രം പോരാ, അത് പരിശോധിക്കുകയും വേണം, ആവശ്യമെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും വേണം. കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. നമ്മുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളതും പോലീസിന്റെ ചുമതലയാണ്. അപ്പൊ 11 കാര്യങ്ങൾ പഠിച്ചു. 11 കാര്യങ്ങൾ നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയേ. വളരെ നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യുക, അതുപോലെ തന്നെ ജീവൻ, സ്വത്ത്, അന്തസ്, അതുപോലെ സംരക്ഷണം, ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഒക്കെ ഉറപ്പുവരുത്തുക, കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് പരമാവധി ശ്രമിക്കുക, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, ഉപദ്രവങ്ങളിലും കുറ്റകൃത്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ സംഘർഷത്തിൽ കലാശിച്ചേക്കാവുന്ന അടിപിടി, വാക്തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണയ്ക്കുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, പരിശോധിക്കുക, പ്രചരിപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു പാലങ്ങള്, റെയിൽവേ, അങ്ങനെ സ്ഥാപനങ്ങളുടെയൊക്കെ സംരക്ഷണം പറഞ്ഞു. അതുപോലെ ട്രാഫിക് പോലീസിന്റെ കാര്യം പറഞ്ഞു, ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസൃതമായ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞില്ലേ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രകൃതി ദുരന്തങ്ങളോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്ത ബാധിതർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അടുത്ത, അധികാരികളുടെ മേലുദ്യോഗസ്ഥരുടെ നിയമപരമായ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക.
നമ്മള് നമ്മുടെ മുകളിലുള്ള ഓഫീസേഴ്സിനെ അനുസരിക്കുക. ആഭ്യന്തരമായ കാര്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആഭ്യന്തരമായ ഒരു അച്ചടക്കം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയമപരമായി നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ എല്ലാ കൽപ്പനകളും നിയമപരമായി അനുസരിക്കുക. നിയമപരമായ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ആഭ്യന്തര അച്ചടക്കത്തിന് വളരെ അത്യാവശ്യമാണ്. ആഭ്യന്തര അച്ചടക്കം തന്നെയാണ്. അകത്ത് അച്ചടക്കം ഇല്ലാത്തതിന് പുറത്ത് അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആഭ്യന്തര അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് സേനയുടെ ആഭ്യന്തര അച്ചടക്കം പാലിക്കുക, നിലനിർത്തുക, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പൊതുവെ ജനങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം വളർത്തുക, പൊതുവെ ജനങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം വളർത്തുക. പൊതുസ്ഥലത്തോ തെരുവിലോ നിസ്സഹായരും നിരാലംബരുമായി കാണപ്പെടുന്ന വ്യക്തികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ചുമതല ഏറ്റെടുക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. പൊതുവെ ജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കുക, പൊതുസ്ഥലത്തോ തെരുവിലോ നിസ്സഹായരും നിരാലംബരമായി കാണപ്പെടുന്ന വ്യക്തികളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. ഇനിയാണ് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റുക. പോലീസിന്റേതായ കർത്തവ്യങ്ങള് ഏതൊക്കെയാണോ നിയമാനുസൃതം നടപ്പിലാക്കാനുള്ളത് കൃത്യമായിട്ട് നടപ്പിലാക്കുക. സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ചുമതലകൾ നിർവഹിക്കുക. ഇതാണ് സെക്ഷൻ 4 പറയുന്നത്. വളരെ ചുരുങ്ങിയ 2 സെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. സെക്ഷൻ 1ഉം 2ഉം എല്ലാ ആക്ടുകളിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞു. സെക്ഷൻ 1ഉം 2ഉം 1 ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭമാണെങ്കിൽ, 2 നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളാണ്, 3 കർത്തവ്യങ്ങളാണ്, 4 ചുമതലകളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതലകൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. മെയിൻ ആയിട്ടൊരു കാര്യമേ ഉള്ളൂ, അത് നിഷ്പക്ഷമായി നിയമാനുസൃതമായി കുറ്റവാളികളുടെ എണ്ണം കുറച്ച് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും അന്തസ്സിനും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകിക്കൊണ്ട് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും തടയാനും ശ്രമിക്കുക എന്നുള്ളതും, അതുപോലെ പോലീസ് ട്രാഫിക് നിയന്ത്രിക്കുക, പാലങ്ങൾ, റെയിൽവേ, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുക, നിയമപരമായിട്ടുള്ള അച്ചടക്കം പാലിക്കുക, സുപ്പീരിയർ ഓഫീസിന് നിയമാനുസൃതമായ കൽപ്പനകൾ പാലിക്കുക, അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ പെട്ടവരെ അല്ലെങ്കിൽ മറ്റു അപകടങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ തെരുവിൽ കാണപ്പെടുന്ന നിരാലംബരായ ആളുകളുടെ സംരക്ഷണവും അവർക്ക് ആവശ്യമായ സഹായവും എത്തിച്ചു കൊടുക്കുക, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും. അങ്ങനെ മൊത്തത്തില് ആഭ്യന്തര അച്ചടക്കം പാലിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ സുരക്ഷ നമ്മുടെ കയ്യിലാണെന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഏവരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഫോഴ്സിന്റെ കോഴ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭ്യമാവുന്ന എയിം സ്റ്റഡി സെന്ററിലാണ്. കോൺടാക്ട് ചെയ്യുക 9446537080. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.